ബിന്ദുകൃഷ്ണ നമുക്കൊപ്പം ചേരുന്നു. ബിന്ദുകൃഷ്ണ, മുകേഷ് MLA സ്ഥാനം രാജിവെക്കേണ്ട കാര്യമില്ല എന്ന് സംസ്ഥാന നേതൃത്വം മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയുമ്പോഴും കൊല്ലത്ത് CPM ജില്ലാ നേതൃത്വം സ്വീകരിക്കുന്ന നിലപാട് പാർട്ടി പരിപാടികളിൽ മുകേഷിനെ ക്ഷണിക്കേണ്ട എന്ന വിവരങ്ങളൊക്കെയാണ് പുറത്തു വരുന്നത്. അതായത് CPM-നെ സംബന്ധിച്ചിടത്തോളം കൈച്ചിട്ട് ഇറക്കാനും വയ്യ, മതിരിച്ചിട്ട് തുപ്പാനും വയ്യ എന്നുള്ളൊരു അവസ്ഥയിലാണ് എന്ന് കരുതുന്നുണ്ടോ കോൺഗ്രസ്? മുകേഷിനെ ചുമക്കുന്നത് കേരളത്തിലെ CPM-ന് ഏറ്റവും അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിഡിത്തമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. കേരളത്തിലെ പൊതു രാഷ്ട്രീയ മണ്ഡലത്തിലെ ഐക്യ കേരള രൂപീകരണത്തിന് ശേഷം ഇന്നോളമുള്ള രാഷ്ട്രീയ ചരിത്രം എടുത്തു നോക്കിയാൽ ഇത്രയേറെ സ്ത്രീപീഡന ആരോപണ വിധേയനായ ഒരു രാഷ്ട്രീയ നേതാവും ഉണ്ടായിട്ടില്ല. അത്രയ്ക്ക് ആരോപണ വിധേയനാവുകയും സ്വന്തം പാർട്ടിയുടെ പോലീസ് തന്നെ അദ്ദേഹത്തിനെതിരെ തെളിവുകൾ ശേഖരിച്ച് കോടതി കുറ്റപത്രം കൊടുക്കുകയും ചെയ്ത സാഹചര്യത്തിൽ ഒന്ന് ഓർക്കണം, ഈ കേസിന്റെ ആദ്യ ഘട്ടത്തിൽ IPC 376 കേസിൽ പ്രതിയായ മുകേഷിനെ സംരക്ഷിക്കുവാൻ കേരളത്തിലെ CPM-ന്റെ നിർദ്ദേശപ്രകാരം സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അടക്കം പരമാവധി ശ്രമിച്ചിട്ട് നടക്കാതെ അത്രയും വലിയ തെളിവുകൾ ഉണ്ടായതുകൊണ്ടാണ് കോടതി കുറ്റപത്രം സമർപ്പിച്ചത്. എന്നിട്ടും CPM-ന്റെ വനിതാ നേതാക്കന്മാരടക്കം, പ്രത്യേകിച്ച് പാർട്ടി കമ്മീഷനായി അധപ്പതിച്ച സംസ്ഥാനത്തെ വനിതാ കമ്മീഷന്റെ ചെയർപേഴ്സൺ ഉൾപ്പെടെ ഇത്രയേറെ ഇറങ്ങി നിന്ന് മുകേഷ് എന്ന സ്ത്രീ പീഡകന് വേണ്ടി പ്രതിരോധം തീർക്കുന്നത് ഒരിക്കൽ കൂടി ഞാൻ ആവർത്തിച്ചു പറയുന്നു, കേരളത്തിലെ CPM-ന്റെ ഏറ്റവും വലിയ ചരിത്രപരമായ വിഡിത്തമായി അത് മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. സ്ത്രീ സുരക്ഷയെപ്പറ്റി ഒരു വാക്കുരിയാടാനുള്ള അർഹത പോലും കേരളത്തിലെ CPM മുകേഷിനെ സംരക്ഷിക്കുന്നതിലൂടെ നഷ്ടപ്പെടുകയാണ്. ഇവിടെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യമെന്ന് പറയുന്നത്, മാർച്ച് മാസം 6-ാം തീയതി മുതൽ 9-ാം തീയതി വരെ CPM-ന്റെ 24-ാം പാർട്ടി കോൺഗ്രസിനോടനുബന്ധിച്ചുള്ള സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് നടക്കുകയാണ്. കൊല്ലത്ത് ആതിഥേയം അരുളുന്ന സ്ഥലത്തെ MLA സംഘാടകരിൽ പ്രമുഖനായ ആള്, അതായത് CPM-ന്റെ അഖിലേന്ത്യാ സെക്രട്ടറി അടക്കമുള്ള പ്രതിനിധികൾ ഈ സമ്മേളനത്തിലേക്ക് കടന്നു വരുമ്പോൾ അവരെ സ്വീകരിക്കേണ്ട, അവരുടെ രാഷ്ട്രീയ എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കേണ്ട MLA എന്ന് പറയുന്നത് കേരളത്തിൽ ഏറ്റവും വലിയ സ്ത്രീപീഡകനാണ് എന്ന് കോടതി കുറ്റപത്രം സമർപ്പിക്കപ്പെട്ട ഒരാളാണ് എന്നതിപ്പോഴും നാണക്കേട് പാർട്ടിക്ക് എന്താണ്? ആ പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വമോ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനോ ഇത് തിരിച്ചറിയുന്നില്ല. അതിനേക്കാൾ വലുതാണ്, പാർട്ടിയുടെ അന്തസ്സിനും സൽപ്പേരിനേക്കാൾ വലുതാണ്. അല്ല ശ്രീമതി ബിന്ദുകൃഷ്ണ, ഇതിനകത്ത് പാർട്ടി ചില നിലപാടെടുക്കുന്നില്ലേ? അതായത് 2 വർഷത്തിൽ കൂടുതൽ ശിക്ഷിച്ചാലാണ് ഈ ജനപ്രതിനിധി രാജിവെക്കേണ്ട ഒരു സാഹചര്യം. ഇതിനു മുൻപും അത് CPM മാത്രമല്ല, കോൺഗ്രസ് ജനപ്രതിനിധി കാര്യത്തിലും എന്താണ് സംഭവിച്ചതെന്ന് അറിയാം. അതൊക്കെ വേണമെങ്കിൽ CPM-മാർക്ക് ചോദിക്കാം. അങ്ങനെ ഒരു വിഷയമുണ്ട്. കുറ്റവാളി എന്ന് കണ്ടാൽ സർക്കാർ ഒപ്പം ഉണ്ടാകില്ല എന്ന് വ്യക്തമായി പറയുകയും ചെയ്യുന്നു. അതല്ലാതെ ഒരു ജനപ്രതിനിധി സ്ഥാനം രാജിവെക്കുക എന്ന് പറഞ്ഞാൽ അത് നടപ്പാകുന്ന കാര്യമില്ല. വെറും രാഷ്ട്രീയ പ്രതിഷേധം മാത്രം ഉണ്ടാക്കാനേ കഴിയുള്ളൂ എന്ന് അറിയാത്ത പാർട്ടിയൊന്നും അല്ലല്ലോ കോൺഗ്രസ്. ഞാനൊന്ന് ചോദിക്കട്ടെ, കോൺഗ്രസ് MLA-മാർക്കെതിരെ, ഭരണകക്ഷി MLA-മാർക്കെതിരെ ഒന്നും അല്ലല്ലോ കേസ് വന്നത്. രാഷ്ട്രീയ വൈരാഗ്യം ഏറ്റവും കൂടുതൽ നടപ്പാക്കുന്ന പിണറായി പോലീസ് അന്വേഷിച്ച് അതിന് നിയമ നടപടി പ്രകാരം നടപടിയെടുക്കുക. അവിടെ ഒരാൾക്ക് ഒരു MLA-ക്കും ആരോപണ വിധേയരായ ഒരു കോൺഗ്രസ് MLA-ക്കോ കോൺഗ്രസ് പാർട്ടിക്കോ ഒരു സ്വാധീനവും ചെലുത്താൻ കഴിയില്ല. അതല്ല CPM-ന്റെ ഭരണകക്ഷിയുടെ ഇക്കണ്ട കേസുകളിലൊക്കെ CPM-കാർ ആരോപണ വിധേയരായി വരുമ്പോൾ സ്വന്തം പാർട്ടിക്കാരെ പീഡിപ്പിക്കാൻ ശ്രമിച്ച CPM നേതാക്കന്മാരെ അടക്കം നിരനിരയായി നിന്ന് സംരക്ഷിക്കുന്ന കേരളത്തിലെ CPM എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ ഭാഗമായി ഇരുന്നു കൊണ്ട് ഈ അന്വേഷണത്തെ, പ്രോസിക്യൂഷനെയും പോലീസിനെയും സ്വാധീനിക്കാൻ കെൽപ്പുള്ള ഒരാളായിട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് അത് തെറ്റെന്ന് കോൺഗ്രസ് മാത്രമല്ല കേരളത്തിലെ പൊതുസമൂഹം, വിശേഷിച്ച് കൊല്ലത്തെ പൊതുസമൂഹം ഒരുമിച്ച് പറയുന്നത്. മാത്രവുമല്ല, പീപ്പിൾസ് റെപ്രസെന്റേഷൻ ആക്ടിനെ കുറിച്ച് അല്ല ഇവിടെ സംസാരിക്കുന്നത്. ധാർമ്മികത പ്രശ്നമാണ്. കോൺഗ്രസ് MLA-മാർ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് CPM നടത്തിയ സമ്മേളനങ്ങളിൽ ആ നേതാക്കന്മാരുടെ പ്രസംഗങ്ങളൊന്ന് ഉദ്ധരിച്ചു നോക്കിയാൽ മതി. ആ പ്രസംഗം എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ മതി. ആ പ്രസംഗത്തിലെ ധാർമ്മികത അല്പമെങ്കിലും CPM-കാർക്ക് ഉണ്ടെങ്കിൽ മുകേഷ് ചെയ്യുന്നത് തെറ്റാണെന്ന് പൂർണ്ണ ഒരാരോപണമോ 2 ആരോപണമോ 3 ആരോപണമോ എത്ര കേസ് പോലും എടുക്കാതിരിക്കാൻ അട്ടിമറിച്ചിട്ട് എത്ര കേസ് വന്നു? അങ്ങനെ നിരന്തരമായ സ്ത്രീപീഡനം, മറ്റ് ജനപ്രതിനിധികൾക്ക്, നേതാക്കന്മാർക്കെതിരെയുള്ള ഒരു ആരോപണത്തെ പോലെ ഉള്ള ലാഘവ സ്വഭാവമുള്ളതല്ല ശ്രീ മുകേഷിനെതിരെയുള്ള ആരോപണങ്ങൾ. അതൊന്നും താരതമ്യം ചെയ്യാൻ പോലും ആകില്ല. അത്രമേൽ ആവർത്തിച്ച് സ്ത്രീപീഡന ആരോപണ വിധേയനാകുന്ന ഒരാളെ CPM എന്ന് പറയുന്ന പാർട്ടി സംരക്ഷിക്കുക എന്നുള്ളതാണ് അവരുടെ നിലപാടെങ്കിൽ പിന്നെ അവർ സ്ത്രീ സുരക്ഷയെ കുറിച്ചോ ധാർമ്മികതയെ കുറിച്ചോ പറയാൻ ശ്രീമതി ബിന്ദുകൃഷ്ണ, അങ്ങനെ ഒരു രാജിവെക്കലേക്ക് ഈ പറയുന്ന ധാർമ്മികത അതൊക്കെ വ്യക്തിപരമായിട്ട് എടുക്കേണ്ട കാര്യമാണ്. അങ്ങനെ എടുത്ത് രാജിവെക്കുകയാണെങ്കിൽ, ഒരു ഉപതെരഞ്ഞെടുപ്പ് വരികയാണെങ്കിൽ CPM-നെ സംബന്ധിച്ചിടത്തോളം ആ
സീറ്റ് സ്വാഭാവികമായിട്ടും നഷ്ടപ്പെടാനുള്ള ഒരു സാധ്യതയൊക്കെ ഉണ്ടല്ലോ, ഇത്തരം ഒരു ആരോപണങ്ങൾ കൂടി ഉള്ളതായതുകൊണ്ട്. ഒരുപക്ഷെ രാഷ്ട്രീയമായിട്ട് CPM കണക്കാക്കുന്നത് അതായിരിക്കാം. അതുകൊണ്ട് കൂടിയാകില്ലേ കോൺഗ്രസ് ആവശ്യപ്പെടുന്നത് ധാർമ്മികത ഉയർത്തി രാജിവെക്കട്ടെ? ഇതിലൊരു രാഷ്ട്രീയ ലക്ഷ്യം കോൺഗ്രസും വ്യക്തമായിട്ട് കാണുന്നുണ്ടല്ലോ. കോൺഗ്രസിന് ഇക്കാര്യത്തിൽ ഒറ്റ നിലപാടേ ഉള്ളൂ. കേരള ചരിത്രത്തിൽ ഇന്ന് വരെ ഇല്ലാത്തത്ര രീതിയിൽ, സമാനതകളില്ലാത്ത രീതിയിൽ ആരോപണ വിധേയനായ ഒരാൾ, ആ ഒരാളിനെ CPM എന്ന പാർട്ടി ഇറങ്ങി നിന്ന് നിരയായിട്ട് പാർട്ടി സെക്രട്ടറി മുതൽ മുഖ്യമന്ത്രി മുതൽ ഇങ്ങോട്ടുള്ളവർ സംരക്ഷിക്കുമ്പോൾ അവരെന്ത് സന്ദേശമാണ് നൽകുന്നത്? ബാക്കി രാഷ്ട്രീയ കാര്യങ്ങളൊക്കെ അതത് രാഷ്ട്രീയ സാഹചര്യങ്ങൾക്കനുസരിച്ചല്ലേ എല്ലാവരും ചർച്ച ചെയ്യുക, തീരുമാനമെടുക്കുക ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് അതിന് പ്രസക്തിയില്ല. ഇവിടെ പ്രസക്തമായ ഒരേ ഒരു കാര്യം, CPM എന്ന് പറയുന്ന പാർട്ടിക്ക് സ്ത്രീ സുരക്ഷയിൽ എന്തെങ്കിലും അഭിപ്രായമുണ്ടോ? അവർ പറയുന്ന അഭിപ്രായങ്ങളൊക്കെ തന്നെ നാട്ടുകാരെ പറ്റിക്കാനുള്ളതാണ്. കാര്യത്തിൽ അവർ പീഡകരോടൊപ്പമാണ്, വേട്ടക്കാരോടൊപ്പമാണ് എന്ന പച്ച പരമാർത്ഥം കേരളത്തിൽ ജനങ്ങൾക്ക്. ശ്രീമതി ബിന്ദുകൃഷ്ണ, അപ്പോഴും ഇത് പറയാൻ മഹിളാ കോൺഗ്രസിന്റെ പ്രതിനിധികളും അല്ലെങ്കിൽ താങ്കളെ പോലുള്ള വനിതാ നേതാക്കന്മാരും മാത്രമല്ലേ ഉള്ളൂ? ഇത് അവരുടെ പാർട്ടിയുടെ കാര്യമല്ലേ, അവരത് തീരുമാനിക്കട്ടെ എന്നാണല്ലോ പ്രതിപക്ഷ നേതാവ് ഇന്നലെ പറഞ്ഞത്. അതെ, പ്രതിപക്ഷ നേതാവ് അദ്ദേഹത്തിന്റെ നിലപാട് പറഞ്ഞു. ഞാനൊക്കെ കോൺഗ്രസ് പാർട്ടിയുടെ പ്രവർത്തകയാണ്. കോൺഗ്രസ് പാർട്ടിയുടെ പ്രവർത്തകർ ഞങ്ങളുടെ നിലപാട് ഇതാണ്, പാർട്ടിയുടെ നിലപാട് അത് തന്നെയാണ്. മറിച്ചൊരു അഭിപ്രായം ഒന്നും പാർട്ടിക്ക് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രതിഷേധത്തിലേക്ക്, ഒരു പേരിനൊരു പ്രതിഷേധം BJP നടത്തിയിട്ടുണ്ട്, പക്ഷെ അങ്ങനെ ഒരു പ്രതിഷേധം പോലും കോൺഗ്രസിന്റെ ഭാഗത്ത് കൊല്ലത്ത് പോലും ഉണ്ടായിട്ടില്ലല്ലോ. കൊല്ലത്ത് പ്രതിഷേധം ഉണ്ടായില്ല എന്ന് അപർണയോട് ആരാ പറഞ്ഞത്? നിരന്തരമായ പ്രതിഷേധമാണ്. ഇന്നലെയും മഹിളാ കോൺഗ്രസ് നേതൃത്വ പ്രതിഷേധം ഉണ്ടായിരുന്നു, അഞ്ചാലമൂട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി നേതൃത്വ പ്രതിഷേധം ഉണ്ടായിരുന്നു, മണ്ഡലം തല പ്രതിഷേധങ്ങൾ തുടരുകയാണ്. കൊല്ലത്ത് കോൺഗ്രസ് വളരെ ശക്തമായി ഈ കാര്യത്തിൽ പ്രതിഷേധം തുടർന്നുകൊണ്ടേയിരിക്കും. കാരണം ഇവരുടെ പൊള്ളത്തരം, മുകേഷിനെ പോലുള്ള സ്ത്രീപീഡകരെ ജനങ്ങളുടെ മുന്നിൽ ചൂണ്ടിക്കാണിക്കേണ്ടത് തീർച്ചയായും കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം അതൊരു പ്രാദേശിക പ്രതിഷേധം എന്ന ലേബലിൽ തീരുകയാണോ ശ്രീമതി ബിന്ദുകൃഷ്ണ? ഇത് പുറത്തേക്ക് വരുന്നില്ലല്ലോ എന്ന് ഞാൻ ചോദിക്കുന്നത് അതുകൊണ്ടാണ്. ഇതൊരു പ്രാദേശികമായിട്ട് താങ്കൾ അടക്കമുള്ളവർ അവിടെയുണ്ട്, ഈ പറയുന്ന വാദം സ്ത്രീ കോൺഗ്രസ് പ്രവർത്തകർ ഉന്നയിക്കുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് ഇത് പുറത്തേക്ക് വരാത്തത് കോൺഗ്രസിനകത്ത് പോലും സംസ്ഥാന തലത്തിൽ ഇത് ഏത് തരത്തിലാണ് ഇത് കൊണ്ടുപോകേണ്ടത് എന്നൊരു ആശയക്കുഴപ്പമുള്ളത് കൊണ്ടാണോ? അത്തരത്തിൽ എനിക്ക് തോന്നുന്നില്ല. ഞാൻ മനസ്സിലാക്കുന്നത് മഹിളാ കോൺഗ്രസ് ശനിയാഴ്ച ക്ലിഫ് ഹൗസിലേക്ക് മാർച്ച് വെച്ചിട്ടുണ്ട്. ഇതേ ആവശ്യങ്ങൾ ഉന്നയിച്ചുള്ള, സ്ത്രീ സുരക്ഷയിൽ ഊന്നിയിട്ടുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട്. എന്തായാലും കൊല്ലത്തെ കോൺഗ്രസ് വളരെ ശക്തമായി ഇത്തരം കാര്യങ്ങൾ ഒരു നിലപാടേ ഉള്ളൂ, ആ നിലപാട് എടുത്തുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. റൈറ്റ്, വളരെയധികം നന്ദി ശ്രീമതി ബിന്ദുകൃഷ്ണ. കൊല്ലത്ത് കോൺഗ്രസ് ഇതിൽ ഒറ്റക്കെട്ടായി നിൽക്കുന്നു എന്ന് പറയുന്നു.